സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ കരുത്തരായ മുംബൈക്കെതിരെ തകർപ്പൻ വിജയം നേടിയിരിക്കുകയാണ് കേരള ടീം. ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ 43 റൺസിന്റെ വമ്പൻ വിജയമാണ് കേരളം സ്വന്തമാക്കിയത്. കേരളം പടുത്തുയർത്തിയ 235 റൺസ് എന്ന വലിയ വിജയലക്ഷ്യം പിന്തുടർന്ന് ബാറ്റിംഗിന് ഇറങ്ങിയ മുംബൈക്ക് നിശ്ചിത ഓവറുകളിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 191 റൺസ് മാത്രമാണ് നേടുവാൻ സാധിച്ചത്. മുഷ്താഖ് അലി ടൂർണമെന്റിൽ കേരളത്തിന്റെ 3ാം വിജയമാണ് ഇന്നത്തേത്. നേരത്തെ മത്സരത്തിൽ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ കേരളത്തിന് ആദ്യ ഓവറിൽ തന്നെ കനത്ത തിരിച്ചടിയേറ്റു. 4ാമത്തെ പന്തിൽ തന്നെ കേരളത്തിന്റെ ക്യാപ്റ്റൻ സഞ്ജു സാംസൺ ഷാർദുൽ താക്കൂറിന് വിക്കറ്റ് സമ്മാനിച്ച് മടങ്ങുകയായിരുന്നു. 3ാമത്തെ പന്ത് ബൗണ്ടറി അടിച്ച് ഏറെ പ്രതീക്ഷകളോടെ തുടങ്ങിയ കേരള നായകന് 4 പന്തിൽ 4 റൺസ് മാത്രമാണ് നേടാൻ സാധിച്ചത്. പിന്നീട് വൺ ഡൗണായി എത്തിയ മുഹമ്മദ് അസറുദ്ദീൻ 13 റൺസിന് പുറത്തായി. അതിന് പിന്നാലെ സൂപ്പർ താരം സച്ചിൻ ബേബി പരിക്കേറ്റ് മടങ്ങുകയും ചെയ്തതോടെ കേരളത്തിന്റെ നില പരുങ്ങലിലായി. എന്നാൽ ഓപ്പണർ രോഹൻ കുന്നുമ്മലിനൊപ്പം സൽമാൻ നിസാർ എത്തിയതോടെ കേരളം വീണ്ടും താളം കണ്ടെത്തി. പിന്നീട് ബൗണ്ടറികളും സിക്സറുകളും ചീറിപ്പായുകയായിരുന്നു. ഇരുവരും ചേർന്ന് സെഞ്ചുറി കൂട്ടുകെട്ടും പടുത്തുയർത്തി. 18ാം ഓവറിലെ ആദ്യ പന്തിൽ കുന്നുമ്മലിനെ കേരളത്തിന് നഷ്ടമായി. 48 പന്തിൽ 87 റൺസാണ് രോഹൻ അടിച്ചെടുത്തത്. 7 സിക്സറും 5 ഫോറും അടങ്ങുന്നതായിരുന്നു ആ ഇന്നിംഗ്സ്. ആ ഓവറിൽ കേരളത്തിന്റെ വിക്കറ്റുകൾ വീണ്ടും നഷ്ടപ്പെട്ടു. വിഷ്ണു വിനോദ് 2 പന്തിൽ 6 റൺസ് നേടി മടങ്ങിയപ്പോൾ ഗോൾഡൻ ഡക്കായാണ് അബ്ദുൽ ബാസിദ് പുറത്തായത്. എന്നാൽ ഒരു വശത്ത് ഉറച്ചു നിന്നിരുന്ന സൽമാൻ നിസാർ സ്കോർ ബോർഡ് അപ്പോഴും മുന്നോട്ട് കൊണ്ടുപോയി. ഒടുവിൽ ഇന്നിംഗ്സ് അവസാനിക്കുമ്പോൾ 20 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ കേരളം 234 റൺസ് നേടിയിരുന്നു. 49 പന്തുകൾ നേരിട്ട് പുറത്താകാതെ 99 റൺസാണ് സൽമാൻ നിസാർ സ്വന്തമാക്കിയത്. 7 സിക്സറും 5 ഫോറും അടങ്ങുന്നതായിരുന്നു ആ ഉജ്ജ്വലമായ ഇന്നിംഗ്സ്. ഷാർദുൽ താക്കൂർ എറിഞ്ഞ അവസാന ഓവറിൽ 2 സിക്സറും 2 ബൗണ്ടറിയും നേടിയാണ് സൽമാൻ നിസാർ കേരളത്തെ 234 എന്ന വലിയ സ്കോറിലേക്ക് എത്തിച്ചത്. മറുപടി ബാറ്റിംഗിനിറങ്ങിയ മുംബൈക്ക് മോശമല്ലാത്ത തുടക്കം തന്നെയാണ് ലഭിച്ചത്. ടോട്ടൽ സ്കോർ 31 നിൽക്കുമ്പോഴാണ് മുംബൈക്ക് ആദ്യ വിക്കറ്റ് നഷ്ടമാകുന്നത്. 13 പന്തിൽ 23 റൺസ് നേടിയ പൃഥ്വി ഷായുടെ വിക്കറ്റാണ് ടീമിന് ആദ്യം നഷ്ടമായത്. പിന്നീട് എത്തിയത് ക്യാപ്റ്റനും IPL-ൽ കോടികൾ നേടിയ താരവുമായ ശ്രേയസ് അയ്യരായിരുന്നു. 18 പന്തിൽ 32 റൺസ് നേടിയാണ് ശ്രേയസ് അയ്യർ പുറത്തായത്. ആംഗ്രിഷ് രഘുവംശി 15 പന്തിൽ 16 റൺസ് നേടി പുറത്തായി. എന്നാൽ 4ാം നമ്പറിൽ ഇറങ്ങിയ മുൻ ഇന്ത്യൻ താരം അജിൻക്യ രഹാനെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഒരു വെടിക്കെട്ട് ഇന്നിംഗ്സാണ് കളിച്ചത്. 35 പന്തിൽ 68 റൺസാണ് രഹാനെ സ്വന്തമാക്കിയത്. 4 സിക്സറും 5 ഫോറും അടങ്ങുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ഇന്നിംഗ്സ്. എന്നാൽ കൃത്യമായ ഇടവേളകളിൽ വിക്കറ്റ് വീഴ്ത്തിയ കേരളത്തിന്റെ ബൗളർമാർ മുംബൈയെ തളച്ചിടുകയായിരുന്നെന്ന് പറയാം. കേരളത്തിനായി MD നിതീഷ് 4 വിക്കറ്റ് വീഴ്ത്തിയപ്പോൾ വിനോദ് കുമാർ, അബ്ദുൽ ബാസിദ് എന്നിവർ 2 വിക്കറ്റ് വീതം നേടി. ബേസിലാണ് 1 വിക്കറ്റ് നേടിയത്. ഇനി ഡിസംബർ 1-നാണ് കേരളത്തിന്റെ അടുത്ത മത്സരം. ഹൈദരാബാദിൽ നടക്കുന്ന മത്സരത്തിൽ ഗോവയാണ് നമ്മുടെ എതിരാളികൾ.